ആദിക്ക് ഇത് നന്നാക്കാൻ പറ്റുമോ? ഷുവർ, ഇത് സിമ്പിൾ ഫോൾട്ടാ. ഐ ക്യാൻ ഡു ഇറ്റ്. പക്ഷെ ആദി മാനുവൽ അങ്കിളിനും ഗണ്ണ് ഉപയോഗിക്കാൻ അറിയില്ലല്ലോ, അതാ പ്രശ്നം. അത് ഞാൻ ശ്രമിച്ചു നോക്കാം. ഇറ്റ്സ് നോട്ട് ഈസി. അങ്കിൾ ട്രെയിൻ ചെയ്യണം, ഞാൻ പഠിപ്പിക്കാം. ഡൽഹിയിലായിരുന്നപ്പോ ഡാഡി എന്നെ പഠിപ്പിച്ചു തന്നതാ. യു നോ മൈ ഫാദർ ഈസ് എ ഷാർപ്പ് ഷൂട്ടർ. എന്നാലും പബ്ലിക് പ്ലേസിൽ വെച്ച് അങ്കിൾ അയാളെ ഷൂട്ട് ചെയ്യുന്ന റിസ്കാ. എത്ര ശ്രമിച്ചാലും എങ്ങാനും ഉന്നം തെറ്റിയാലോ? മാത്രമല്ല അപ്പൊ ആളുകൾ കാണുകയും ചെയ്യും, തൊണ്ടിയോടെ പിടിക്കപ്പെടും. പിന്നെ എന്ത് ചെയ്യാ ആദി? അയാളുടെ അടുത്ത് അങ്കിൾ ചെല്ലുന്ന റിസ്കാ. അപ്പൊ പിന്നെ ഒറ്റ വഴിയേ ഉള്ളൂ, അയാളെ വിളിച്ചു വരുത്തണം, എന്നിട്ട് മറങ്ങി എന്ന് ഷൂട്ട് ചെയ്യുക. അതിന് ഞാൻ വിളിക്കുന്നിടത്ത് അയാൾ വരുവോ? വരുത്തണം. അതെങ്ങനെ? അതിനൊരു ഐഡിയ കണ്ടെത്തണം. കുറച്ച് ബുദ്ധിമുട്ടാ. പറ്റും. ഒന്നെങ്കിൽ ബ്ലാക്ക് മെയിലിംഗ്, അല്ലെങ്കിൽ ഞാനൊന്ന് ആലോചിക്കട്ടെ. വെയിറ്റ്, ബ്ലാക്ക്മെയിൽ ചെയ്യാം. അങ്കിളും ഞാനും തമ്മിൽ കമ്പനി ഉള്ളത് അയാൾക്കറിയാം. എന്നെ ഉപദ്രവിക്കുന്നതെല്ലാം ഞാൻ അങ്കിളിനോട് പറഞ്ഞിട്ടുണ്ടെന്ന് അങ്കിൾ ഫോൺ ചെയ്ത് അയാളോട് പറയാം. എന്നിട്ട് ത്രെട്ടൺ ചെയ്യാം. മമ്മിയോടും ആരോടും പറയാതിരിക്കാൻ പണം ആവശ്യപ്പെടുക. പിന്നെ രാത്രി ഏതെങ്കിലും റിമോട്ട് പ്ലേസിൽ പണവുമായി വരാൻ പറയണം. എന്നിട്ട് ആദ്യം പറഞ്ഞതുപോലെ മറിഞ്ഞു നിന്ന് ഷൂട്ട് ചെയ്യുക. ഐഡിയ കൊള്ളാം. എന്നാലും അയാൾ വരുവോ? വരും. മമ്മി അറിയുന്നതിൽ അയാൾക്ക് പേടിയുണ്ടാവും. യു ആർ കറക്റ്റ് നിധി, ഈ ഐഡിയ വർക്കൗട്ട് ആവും. അപ്പൊ ഒടുക്കം ആദിയുടെ ഐഡിയ അല്ല, എന്റെ നിധിക്കുട്ടിയുടെ ഐഡിയ ആണ് വർക്കൗട്ട് ആയെന്ന് ചുരുക്കം. അതങ്ങൾ എനിക്കിട്ടൊന്ന് വെച്ചതാണല്ലോ. ടേക്ക് ഇറ്റ് ഈസി ആദി മോനെ, ഗൺ നിന്റെ അല്ലേടാ. അപ്പോ നമ്മൾ അങ്ങനെ പ്ലാൻ ചെയ്യുന്നു, ഇല്ലേ ആദി? യെസ്. എന്താ സന്ദീപ്? അങ്കിളാ പറയേണ്ടത്. അങ്കിൾ എന്താ അങ്കിൾ? ഓക്കെ ആണ്. പിന്നെന്താ ഡൗട്ട്? ഇനി ലാസ്റ്റ് മിനിറ്റിൽ അങ്കിൾ കാല് മാറുമോ? മോക്ക് ടെൻഷനായോ? ഇല്ല, അങ്കിള് കാല് മാറില്ല. അങ്കിൾ തീരുമാനിച്ചതാ. ഇനി എപ്പോ എവിടെ വെച്ചാണെന്ന് പറഞ്ഞാ മതി. അങ്കിൾ, എന്റെ നിധിക്കുട്ടിക്ക് സന്തോഷായില്ലേ? അങ്കിളിന് അത് മതി. ഇനി എല്ലാം കഴിഞ്ഞ് എങ്ങാനും ഞാൻ പിടിക്കപ്പെട്ടാൽ ധൈര്യമായിട്ടിരുന്നു. നിങ്ങളെ 3 പേരെയും അങ്കിൾ കാട്ടിക്കൊടുക്കില്ല. മർഡർ പ്ലാൻ ചെയ്തതും നടത്തിയതും എല്ലാം ഞാൻ തനിച്ച് മാത്രമാണെന്ന് പോലീസിനോട് പറഞ്ഞോളാം. നോക്ക്, ഈ ചെറുപ്രായത്തിൽ നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടാൻ പാടില്ല. എന്നുവെച്ച് സത്യം ഒരിക്കലും പുറത്തു വരില്ല എന്ന് മോള് വിചാരിക്കണ്ട കേട്ടോ. ദാ ഇവനെ കണ്ടപ്പോഴേ എനിക്കറിയാം ഇവനാളത്ര ശരിയല്ലെന്ന്. മോള് നോക്കിക്കോ, എന്നെങ്കിലും സത്യം ലോകം അറിയുന്നുണ്ടെങ്കിൽ അത് ഇവന്റെ വായിലൂടെ ആയിരിക്കും. അപ്പൊ പിന്നെ ഇവൻ സത്യം പറയാതിരിക്കാൻ ഒരു മാർഗമേ ഉള്ളൂ മോളെ. അതെന്താന്നറിയാവോ? മോള് കുറച്ചുകൂടെ വലുതാവുമ്പോ ഇവനെ കല്യാണം കഴിക്കും. ഒരുത്തനെ കല്യാണം കഴിക്കാന്ന് പറഞ്ഞ സത്യത്തിൽ അവനെ തട്ടുന്നതിന് തുല്യമാ. കെട്ടിക്കഴിഞ്ഞ ലോകത്തിൽ ഏതെങ്കിലും ഒരു ഭർത്താവ് ഭാര്യയുടെ അനുവാദം ഇല്ലാതെ കമാന്നൊരു അക്ഷരം വേണ്ടി ചരിത്രമുണ്ടോ? ഇല്ലടാ മോനെ. ഗൺ റെഡി. ഇനി ഇത് ബുള്ളറ്റ്സിൽ ഓടിയാൽ മാത്രം മതി. നോക്കട്ടെ. മാനുവൽ,
മാനുവൽ മാനുവൽ പരിചയമില്ലാത്ത കാര്യമായതുകൊണ്ട് ആദ്യം ഒന്ന് ഉന്നം പിഴച്ചു, ഇനി പിഴക്കില്ല. മാനുവൽ നോ, താൻ ആവശ്യപ്പെട്ടത് ചെയ്യാം. അതിനാ ഞാൻ വന്നത്. നിന്റെ പണം ആർക്ക് വേണം? നിന്നെ ഇവിടെ വരുത്താൻ അതേ വഴിയുണ്ടായിരുന്നുള്ളൂ. മാനുവൽ വേണ്ട പ്ലീസ്. ഇല്ലടാ, എനിക്ക് കൊല്ലാതെ പറ്റില്ല. ഞാൻ എന്റെ നിധിമുക്ക് വാക്കുകൊടുത്തുപോയി. അവക്ക് വേണ്ടിയാണിത്. ഇന്നത്തോടെ അവളുടെ എല്ലാ സങ്കടങ്ങളും തീരണം. ഹലോ സന്ദീപ്, എനിക്ക് ആകെ ടെൻഷൻ. ഇപ്പൊ അങ്കിള് ഷൂട്ട് ചെയ്തിട്ടുണ്ടാവും അയാള്. എന്താ ഇത്ര ലേറ്റ് ആയേ? സെല്ലിൽ വിളിച്ചപ്പോഴൊക്കെ സ്വിച്ച് ഓഫ് ആയിരുന്നല്ലോ. എംഡിയുടെ ഡിന്നർ കഴിഞ്ഞപ്പോ ലേറ്റ്. എന്താ ഈ വേഷിങ്ങനെ? അത് തിരിച്ചു വരുമ്പോ സ്റ്റാഫ് കയറിയ വണ്ടി ഒരു ആക്സിഡന്റ് ആയി. ആർക്കും ഒന്നും പറ്റിയില്ല. വണ്ടി വലിച്ചു കയറ്റുന്നതിനിടയ്ക്ക് പറ്റിയതാ. അല്ല, പെണ്ണുങ്ങളായിരിക്കും മനുഷ്യനെ മേൽ കിടന്നത്. അവിടെ കിടന്നായിരിക്കട്ടെ. ഹലോ സന്ദീപ്, പപ്പ തിരിച്ചു വന്നു. അങ്കിളിനെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. എന്തോ കുഴപ്പമുണ്ട്. നിന്നെ പപ്പ കണ്ടോ? ഇല്ല, ഇനി എന്താ ചെയ്യാ? ഞാൻ ആദ്യം വിളിച്ചു നോക്കാം.
നീ ടെൻഷൻ അടിക്കണ്ട, നേരം വിളിച്ചിട്ട് എന്താന്ന് അന്വേഷിക്കാം. ഒരു ഉത്തരവാദിത്വമില്ലാതെ ജീവിച്ചപ്പോഴേ തോന്നിയിരുന്നു ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ഇയാളുടെ അന്ത്യം ഒന്ന്. എന്നാലും ഇത്രയും ദൂരെയുള്ള ഒരു കെട്ടിടത്തിന്റെ മുകളിൽ കയറി ഇയാൾ തൂങ്ങിയത് എന്തിനാ? ആത്മഹത്യ എന്ന് പറഞ്ഞ ഒരു തരം തോന്നല. അത് തോന്നിയാ പിന്നെ സ്ഥലവും കാലവും ഒന്നും നോക്കത്തില്ല, എവിടെയെന്ന് വെച്ചാലും ചെയ്തിരിക്കും. മോളെ, അങ്കിള് സൂയിസൈഡ് ചെയ്ത് തന്നെയാണോ? ആവാൻ വഴിയില്ല. എന്താ ഉണ്ടായത്? എനിക്കൊന്നും അറിയില്ല. മോള് പേടിക്കണ്ട, ആന്റി ആരോടും പറയില്ല. എനിക്കെങ്ങനെ അറിയാം? നോക്ക്, ആന്റിക്ക് ചിലതൊക്കെ അറിയാം. മോൾ അങ്കിളിനോട് കൊല്ലാൻ ആവശ്യപ്പെട്ടതും ഇന്നലെ രാത്രി അങ്കിൾ അതിന് പുറപ്പെട്ടതും. പറ, പിന്നെന്താ സംഭവിച്ചത്? മോൾ അപ്സെറ്റ് ആവണ്ട. ആന്റിക്ക് മാത്രമേ അറിയൂ. ആന്റിയോട് മാത്രമേ അങ്കിള് പറഞ്ഞിട്ടുള്ളൂ. വാ, ഇരിക്ക. ഇന്നലെ രാത്രി ഇവിടെ വന്നിട്ട് അങ്കിൾ അങ്ങോട്ട് പോയത്. നല്ല ഫോമിലാ കയറി വന്നത്. ആ സമയത്ത് വന്നതിന് ആന്റി കുറെ വഴക്ക് പറഞ്ഞു, എന്നിട്ടും പോയില്ല. ഞാൻ പൊയ്ക്കോളാം ശാലിനി. ചിലപ്പോ ഈ രാത്രി കഴിഞ്ഞാൽ എനിക്കിങ്ങനെ ഇവിടെ കയറി വരാൻ കഴിഞ്ഞില്ല എന്ന് വരും. അതുകൊണ്ട് ഇപ്പൊ കുറച്ചു നേരം നീ എന്നെ സഹിച്ചേ പറ്റൂ. ഈ ആനിമലങ്കിലെ നീ മനസ്സിലാക്കി കൊടുത്തോളൂ. ഇവിടെ ഒരു നാറികളും മനസ്സിലാക്കിയിട്ടില്ല. ഉണ്ടോടി പേടിത്തൂറി പെണ്ണെ? ഞാൻ ഇന്ന് വരെ നിന്റെ ദേഹത്ത് തൊട്ടിട്ടുണ്ടോ? അനാവശ്യമായിട്ട് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടോ? എന്നിട്ട് ഇവിടുത്തെ സദാചാരക്കാര് പറഞ്ഞു നടക്കുമല്ലേ ഞാനും നീ നമ്മെ ചുറ്റിക്കളിയിലാണെന്ന്. നിനക്കതിൽ വിഷമം ഉണ്ടോടി മോളെ? എന്റെ അങ്കിളെ, നമുക്ക് നാളെ സംസാരിക്കാം. ഇപ്പൊ പോ. ഇല്ലില്ല, ഇന്ന് തന്നെ സംസാരിക്കണം. ഇന്നത്തെ രാത്രിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇന്ന് രാത്രി ഞാൻ ഒരുത്തനെ കൊല്ലാൻ പോവാ. ഭ്രാന്ത് പറയാതെ എണ്ണീറ്റ് പോയേ. ആനിമലങ്ങൾ പറയണതും ഭ്രാന്ത്, ആനിമലങ്ങൾ കാട്ടി കൂട്ടണതും ഭ്രാന്ത്. അതാണല്ലോ പതിവ്. എന്നാ കേട്ടോ, ഇതാ ഭ്രാന്തിന്റെ ക്ലൈമാക്സാ. സ്വബോധത്തോടെ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് ഞാനൊരുത്തനെ തട്ടാൻ പോവാ. ഒരു 2 മണിക്കൂറിനുള്ളിൽ അത് സംഭവിച്ചിരിക്കും. ഇതിപ്പോ എന്തിനാ നിന്നോട് പറയണമെന്ന് വെച്ചാ, ചിലപ്പോ സത്യങ്ങൾ ബോധ്യപ്പെടുത്താൻ എനിക്ക് പിന്നെ സമയം കിട്ടിയില്ല എന്ന് വരും. അപ്പോ ഒരു സാക്ഷി വേണം. അതാണ് നീ. എല്ലാവരുടെയും മുമ്പിൽ മാനുവൽ കോമാളിയല്ലേ? പെമ്പർനോത്തി അമേരിക്കയിൽ നിന്ന് അയച്ചിരുന്ന കാശ് കൊണ്ട് പുട്ടടിച്ച് കിടക്കുന്ന ഏമ്പോക്കി. പക്ഷെ നിനക്കറിയോ, അവളുടെ ഒരു ചില്ലിക്കാശ് പോലും ഞാൻ ഇതുവരെ ബാങ്കിൽ നിന്ന് എടുത്തിട്ടില്ല. അത് മുഴുവൻ അവളുടെ പേരിൽ തന്നെയുണ്ട്. ദാ പാസ്ബുക്ക്. ഇനി നീ ഇത് സൂക്ഷിക്കേ. എന്നെങ്കിലും അവള് വരുമ്പോ ഒന്ന് കാർപ്പിച്ച് തുപ്പിയിട്ട് കയ്യിൽ വെച്ചു കൊടുക്ക്. അവള് വാങ്ങും. ഞാൻ പുട്ടടിച്ച് നടക്കണതേ എന്റെ അപ്പം കൊച്ചുപറിയത് എന്റെ പേരിൽ എഴുത്തുന്ന പുരയിടവും റബ്ബർ തോട്ടവും വിറ്റ് തൊലച്ചിട്ടാ. അത് തീരുമ്പോ ഈ മാനുവൽ വെറും ഇസ്പയുടെ 7-ാം കൂലി. പിന്നെ ഞാൻ അന്തസ്സായിട്ട് തെണ്ടും. എന്നിട്ട് ഏതെങ്കിലും ഓടെ കിടന്ന് ചാവും. അതിനു മുമ്പ് ഈ ജീവിതം കൊണ്ട് ആർക്കെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാകും. അതിനിപ്പോ കർത്താവ് ഒരു വഴി കാണിച്ചു തന്നിരിക്കുക. എന്റെ നിധിമോക്ക് വേണ്ടി ഇന്ന് ഞാനത് ചെയ്യും. ആദ്യം അവള് പറഞ്ഞപ്പോ
ഞാൻ തമാശയായിട്ട് എടുത്തോളൂ. പിന്നെ തോന്നി അവള് പറഞ്ഞതിൽ കാര്യമുണ്ട്. അവക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കണമെങ്കിൽ അവൻ ചത്തേ പറ്റൂ. ഒരാളെ കൊല്ലാൻ എന്നെ കൊണ്ട് പറ്റുമോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ ശാലിനി. ചിലപ്പോ എന്റെ കൈ വിറയ്ക്കും, എന്നാലും ഞാനത് ചെയ്യും. എന്നിട്ട് മാന്യമായി ജയിലിൽ പോയി കിടക്കും എന്റെ മോക്ക് വേണ്ടി. അവളുടെ വിചാരം ഞാനൊരു ബോറനാണെന്നാ. ആയിക്കോട്ടെ, അവൾ അങ്ങനെ തന്നെ വിചാരിച്ചോട്ടെ. ഒരു മോളെ പോലെ എനിക്ക് അവളെ ഇഷ്ടമാണെന്ന് അവൾ ഒരിക്കലും അറിയണ്ട. അറിഞ്ഞാൽ ചിലപ്പോ അവക്ക് സങ്കടമായാലോ. സോറി അങ്കിൾ, ഞാൻ അറിഞ്ഞില്ല അങ്കിൾ. എല്ലാം ഞാൻ കാരണല്ല സന്ദീപ്, ഞാൻ കാരണല്ല അങ്കിൾ മരിച്ചത്. സന്ദീപ്, കണ്ണ് മിസ്സിംഗ് ആണ്. എങ്ങാനും പോലീസിനെ കിട്ടേ തീർന്നു, നമ്മളും കുടുങ്ങും. സൂയിസൈഡാണെന്ന് കരുതിയിട്ടാ അവർ എവിഡൻസ് ഒന്നും തിരയാഞ്ഞത്. എങ്ങനെയെങ്കിലും കണ്ണ് തിരിച്ചിട്ടണം. അത് അവിടെ തന്നെ വെച്ചില്ലെങ്കിൽ അപ്പൂപ്പൻ അറിയും. പിന്നെ ആകെ പ്രോബ്ലം ആവും. എന്താ ചെയ്യാതി? ആ ബിൽഡിങ്ങിന്റെ അവിടെ എവിടെയെങ്കിലും തന്നെ വീണ് കാണും. നമുക്കൊന്ന് പോയി സെർച്ച് ചെയ്യാം. നിധി, നിധി ആരെങ്കിലും വരുന്നുണ്ടോ നോക്ക്. ഞങ്ങൾ മേളിൽ നോക്കാം, വാ. നിധി, എന്താ? ഒന്നുമില്ല, ഞാൻ പോവാ. സന്ധ്യയായി, മമ്മി തിരക്കും. നിധി, ഈശ്വര, പിള്ളേര് ചെയ്യുന്ന കാര്യങ്ങളാണോ നിങ്ങൾ ഈ ചെയ്തു കൂട്ടിയതൊക്കെ? ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ചേച്ചി. നിധിയുടെ അവസ്ഥയില് അപ്പൊ ഞങ്ങൾക്ക് അങ്ങനെ തോന്നിയുള്ളൂ. എന്നാലും ആരെങ്കിലും ഇത് അറിഞ്ഞാ? എന്റെ പേടി അതല്ല ചേച്ചി. നിധിയുടെ പെരുമാറ്റത്തിൽ എന്തോ കുഴപ്പമുണ്ട്. തോക്ക് അവളുടെ കൈ കിട്ടിയിട്ടുണ്ടെന്നാ എന്റെ ഡൗട്ട്. അങ്ങനെയാണെങ്കിൽ അവള് പപ്പയെ കൊല്ലും, ഉറപ്പാ. മൊബൈലിൽ വിളിച്ചു നോക്കിയിട്ട് സ്വിച്ച് ഓഫാ. എന്തെങ്കിലും ചെയ്തേ പറ്റൂ ചേച്ചി. ഇനിയിപ്പോ നിവർത്തിയില്ല, നമുക്ക് നിധിയുടെ മമ്മിയോട് പറയാം. അയ്യോ വേണ്ട, കുഴപ്പാവും. സാരമില്ല, എപ്പോഴായാലും